ഒരു നല്ല ബിസിനസ് ഉള്ള നല്ല കാണാനൊക്കെ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ അയാൾക്ക് എല്ലാ നിലക്കും യോജിക്കുന്ന ഒരു ഭാര്യയാണ്. എന്താ പ്രശ്നം എന്നറിയോ സുഹൃത്തുക്കളെ? അയാൾ പഠിക്കണ കാലത്ത് അയാളുടെ ക്ലാസ്സിൽ പഠിച്ചൊരു പെൺകുട്ടി അന്ന് അയാളുടെ മനസ്സിൽ കയറി. ഒരന്യ പെണ്ണ് മനസ്സിൽ കയറിയാൽ അയാളുടെ ദീന അവിടെ അവസാനിച്ചു. പിന്നെ അത് മാത്രമേ അയാൾക്ക് ചിന്തിക്കാൻ പറ്റൂ. അതാണ് ഈ അവിഹിത ബന്ധങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഒരു അന്യ പെണ്ണിനെ മനസ്സിലൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതെന്നെ ചിന്തിക്കാൻ പറ്റൂ. ഒരു സ്ത്രീയുടെ മനസ്സിൽ ഒരു അന്യ പുരുഷൻ കയറിയാൽ അതെന്നെ ചിന്തിക്കാൻ പറ്റൂ. മനസ്സിലെ ഒരു പയ്യൻ അത്രമാത്രം കരഞ്ഞിട്ട് നിസ്സഹായനായി വന്നിട്ടാ പറയണം, ഇന്നൊന്ന് രക്ഷപ്പെടുത്തരുത്. എന്താ രക്ഷപ്പെടുത്തരുത്? ഒരു പെണ്ണിനേറ്റ് ഒരു അവിഹിത ബന്ധമാണ്. അപ്പൊ അവന് ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അവൾ ഉപയോഗിച്ചൊരു കർച്ചീഫ് വേണം, അവൾ ഉപയോഗിച്ച ഒരു തോർത്ത് വേണം. അതിൻ്റെ മണം കേട്ടേ അവൻ ഉറങ്ങാൻ പറ്റുള്ളൂ. അവൻ്റെ ഭാര്യയല്ല, അന്യൊരു പെണ്ണ്. തിരിച്ച് അവനും അങ്ങനെ തന്നെ. അവനും അവളുടെ എന്തെങ്കിലും ദേഹത്തുപയോഗിച്ച വസ്ത്രസാധനങ്ങളുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അവിഹിതങ്ങളുടെ തീവ്രത നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് തൊട്ടിലിൽ കിടന്ന് കരയുന്ന കുട്ടിനെട്ടിട്ട് ഇറങ്ങിപ്പോണം. കുട്ടിൻ്റെ കഴുത്തിൽ പിടിച്ച് കൊന്നിട്ട് കോയൽക്കടലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കാമുകന്റെ കൂടെ പോവുകയാണ് ഉമ്മ. പ്രസവ വേദനക്കാളും വലിയ വേദനയുണ്ടോ ലോകത്തെ? ആ വേദന അനുഭവിച്ച കുഞ്ഞിന്റെ കഴുത്തിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ അവൾക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടറിയോ? ഒരു പുരുഷനോടുള്ള അവിഹിത ബന്ധം. അതത്ര തീവ്രമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ അവന്റെ കൂടെ പഠിച്ചൊരു പെണ്ണ് കയറി. അതുകൊണ്ടല്ലേ സഹോദര സ്വർഗമുണ്ടെന്ന് അല്ലാഹു എണ്ണി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന് നിസ്കാരത്തിലെ ഭക്തി, ഒന്ന് സക്കാത്ത് കൊടുക്കുക, ഉത്തരവാദിത്വം നിർവഹിക്കുക, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയാ. പിന്നെന്തേ പറഞ്ഞു? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്നാണ്. സ്വർഗം തരാൻ ഉറപ്പ്. സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. നാവും മുഖ്യസ്ഥാനവും സൂക്ഷിച്ചാൽ. അത്ര അപകടമാണത്, അത്ര ബുദ്ധിമുട്ട്. മനസ്സ് കേറിയിട്ട് ആ പെൺകുട്ടിനെ അവൻ കല്യാണം കഴിച്ചല്ല, അവൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവന് 2 മക്കളായി. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇവളിവന്റെ ഫോൺ നോക്കും, അവളുടെ മെസ്സേജ് കാണും, അവളുടെ ഫോട്ടോ കാണും, ചിത്രം കാണും. അവൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലായി. അവന്റെ ഭാര്യ മാനസിക നില തെറ്റിയ അവസ്ഥയിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ദീനിനെ കൈയൊഴിച്ചാൽ, ദീനിൽ നിന്നൊരാൾ മാറി നിന്നാൽ അയാളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അയാൾ ദീനിലേക്ക് തിരിച്ചു വരണം. ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു സൈക്കോളജിസ്റ്റിനും ഒരു സൈക്യാട്രിസ്റ്റിനും അത് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം അതാണ്. എത്രമാത്രം പറഞ്ഞു സലഫുകളായ പണ്ഡിതന്മാരെന്നറിയോ? ഒരു അന്യ പെണ്ണിനെ ആസ്വദിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷേ നിന്റെ ഭാര്യയെ നിനക്ക് അനുഭവിക്കാൻ പറ്റാതെയാവും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ എന്തെങ്കിലും പ്രതികൂലതകൾ ഉണ്ടാവും. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഈ ബന്ധമെന്ന് പറഞ്ഞാൽ.